നമ്മൾ തിരുവിതാംകൂറും കൊച്ചിയും പരിശോധിച്ച് നോക്കിയാൽ പുന്നപ്ര വയലാർ ആ തൊഴിലാളികൾ നടത്തിയ പോരാട്ടത്തിനപ്പുറം നിരവധിയായ തൊഴിലാളികൾ അതിൽ മരണപ്പെട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ മലബാറിലാണ് ഈ പറയുന്ന ഈ പ്രതിസന്ധികളും ഈ പോരാട്ടങ്ങളും മുഴുവനുണ്ടായതും ഈ മരണങ്ങൾ മുഴുവൻ ഉണ്ടായതും. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ഒരിക്കലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, ബ്രിട്ടീഷ് സംസ്കാരവുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്ന ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ തിട്ടൂരം ശക്തമായ നിലപാടിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് ഭാഷ ഇവിടെ പഠിപ്പിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ പോലും ഭാഷ പഠിക്കാൻ മലബാറിലെ ജനങ്ങൾക്കന്ന് സാധിക്കാതെ വന്നത് ഈ ബ്രിട്ടീഷ് സംസ്കാരത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ എന്ത് സംഭവിച്ചു? 947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു, 56 സംസ്ഥാനം ഉണ്ടാകുന്നു. സംസ്ഥാനമുണ്ടായപ്പോൾ സംസ്ഥാനത്തിലെ ഗവൺമെൻറ്റിലേക്ക് ഉദ്യോഗസ്ഥന്മാരായി വരാൻ അറിവും വിദ്യാഭ്യാസവും പഠിപ്പുള്ളവർ ഈ പറയുന്ന കൊച്ചിയിലും തിരുവിതാംകൂറും മാത്രമായി. കേരളത്തിൻ്റെ അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ ഗവൺമെൻറ് ജോലികളിൽ 95% മലബാറിലുള്ള പുറത്തുള്ളവർ ആ അധികാര കസേരകളിൽ സ്വാഭാവികമായി എത്തുകയാണ്. ഇവിടെ എഴുത്തുമഴ അറിയുന്നവരില്ല. അങ്ങനെ വന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ ആത്മാർത്ഥമായി പങ്കെടുത്ത് 10,000 മരണപ്പെട്ട മലബാറിന് ഒരു പ്രത്യേക പാക്കേജ് നൽകാൻ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ഒരു ഘട്ടത്തിലും പരിശ്രമിച്ചില്ല. ആ പരിശ്രമമില്ലാതെ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസപരമായി, സാമൂഹികമായി, സാംസ്കാരികമായി മലബാർ പുറന്തള്ളപ്പെടുന്നത്. അപ്പം ഇന്നും സർക്കാർ ജോലികൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും മലബാറിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം 20% എത്തിയിട്ടുണ്ട്. 3-4 തലമുറകൾ മാറിയതിന് ശേഷമുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാർഷ്യാലിറ്റി അവിടെ നിലനിൽക്കുകയാണ്. ഈ പാർഷ്യാലിറ്റി കോമ്പൻസേറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരു നടപടിയും ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അപ്പോൾ ജില്ലകൾ വിഭജിക്കുന്നതോടൊപ്പം ഞങ്ങൾ ഉയർത്തുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് മലബാറിന് സർക്കാർ സേവനങ്ങളിൽ സ്പെഷ്യൽ റിസർവേഷൻ വേണം. ആ സ്പെഷ്യൽ റിസർവേഷൻ എന്ന് പറയുന്നത് ഇതുവരെ ഗവൺമെൻറ് ചെയ്യാത്ത കാര്യമാണ്. ഇപ്പോഴും ഈ നിൽക്കുന്ന മലബാറും കൊച്ചി തിരുവനന്തപുരവുമായി നിൽക്കുന്ന ഈ പാർഷ്യാലിറ്റി മാറ്റി ഇവിടുത്തെ മലബാറിലെ ജനങ്ങൾക്കും സർക്കാർ ജോലിയിൽ ഒരു പരിധി വരെയെങ്കിലും അവരെ ഒപ്പം എത്തണമെങ്കിൽ മലബാറിനൊരു റിസർവേഷൻ ആവശ്യമാണ്. ആ റിസർവേഷൻ സർക്കാർ ഒരു തീരുമാനമെടുക്കുക തന്നെ വേണം. അപ്പോൾ മലബാറിനെ പരിഗണിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ആദ്യം സൂചിപ്പിച്ച വിഷയങ്ങൾ, ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ 6 താലൂക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം ഒരു താലൂക്കിലുള്ള ജനം എന്ന് പറയുന്നത് ആവറേജ് 6 to 7 lakhs ആണ്. 6 തൊട്ട് 7 ലക്ഷം ജനമാണ് ഒരു താലൂക്കിലുള്ളത്. നമ്മൾ നേരെ തിരിച്ച് അങ്ങോട്ട് പോയാലോ, പത്തനംതിട്ട പരിശോധിച്ച് നോക്കിയാൽ 2 ലക്ഷത്തിന് താഴെയാണ് ഒരു താലൂക്കിലെ ജനം. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിൽ 1,29,000 ആളാണുള്ളത്. 1,29,000 ആൾ. മലപ്പുറത്തെയും കോഴിക്കോടത്തെയൊക്കെ ഏത് താലൂക്ക് പരിശോധിച്ചാലും 5 തൊട്ട് 6 തൊട്ട് 7 ലക്ഷം വരെയാണ്. എങ്ങനെയാണ് ഒരു താലൂക്കിൽ ഈ പറയുന്ന ഒരു തഹസിൽദാർക്ക് ആ ജനങ്ങൾക്ക് നീതി നടക്കാൻ സാധിക്കുക? ഇനിയിപ്പോൾ വില്ലേജുകളുടെ എണ്ണം എടുത്താൽ, വില്ലേജ് മാത്രം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പത്തനംതിട്ട ജില്ലയിലെ 6 താലൂക്കുണ്ട്. 6 താലൂക്ക് ഈ പറയുന്ന 10 ലക്ഷം 11 ലക്ഷം ജനങ്ങളുള്ളടുത്ത് 6 താലൂക്ക്. മലപ്പുറത്തും 6 താലൂക്കില്ല. മലപ്പുറം ജില്ലയിലും 6 താലൂക്കാണ്. നിങ്ങളതാണ് മനസ്സിലാക്കേണ്ടത്. പത്തനംതിട്ട ജില്ലയിൽ 6 താലൂക്ക്, ശരാശരി 1,99,256 പേർക്ക് ഒരു താലൂക്ക് സംവിധാനം ആ ജില്ലയിലുണ്ട്. ഇത് മലപ്പുറം ജില്ലയിലെത്തുമ്പോൾ ശരാശരി, നിങ്ങൾ ശരിക്കും കേട്ടോ, 5,87,279 പേർ. 6 ലക്ഷമാണ് ആവറേജ്. മല്ലപ്പള്ളി പത്തനംതിട്ട താലൂക്കിൽ 2 ലക്ഷത്തിന് താഴെ. ഇത് മലപ്പുറം ജില്ലയിലെത്തുമ്പോൾ
ഒരു താലൂക്ക് സംവിധാനമായി മാറും. ഒരു താലൂക്കിൽ മാത്രമുള്ള ജനസംഖ്യ പരിശോധിച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിൽ ജനസംഖ്യ 1,34,219. എന്നാൽ മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ ജനസംഖ്യ നിങ്ങൾ കേട്ടാൽ അന്തപ്പെടും.